പ്രോപ്പർട്ടികൾ തന്നെയാണ്. അദ്ദേഹം ഇവിടെ 100 ഏക്കർ പ്രോപ്പർട്ടി മേടിച്ചതെന്നാണ്, 100 ഏക്കർ സ്ഥലം വാങ്ങിച്ച അതിൽ നിന്നാണ് 50 സെന്റ് ഗുരുവിന് കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം മക്കൾക്ക് കൊടുത്തു. അങ്ങനെ അങ്ങനെ വീതിച്ച് അതിപ്പോൾ ആശ്രമത്തിൻ്റെ അധീനതയിൽ ആ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ആണ് ഈ പറഞ്ഞ എന്താ പറയുക ഈ ടേക്ക് ബ്രേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. പിന്നെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ പലർക്കും എന്ന് പറഞ്ഞാൽ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് കൃത്യമായിട്ട് പൂലന്തറ ജംഗ്ഷനിലുള്ള ഓഫീസ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. മനസ്സിലായോ? കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഗുരുരത്ന ജ്ഞാന തപസ്യ എന്നറിയപ്പെടുന്ന ഹരികുമാർ മണിയൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തുറന്ന് പറയുമ്പോൾ പലരും ചോദിക്കണമെന്ന് വെച്ചാൽ താങ്കൾ എവിടെയാണ്, താങ്കൾ എവിടെയാണ് നിൽക്കുന്നത്, താങ്കളുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ പറഞ്ഞ് പലരും ഈ കമൻറ്റുകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി കൂടിയാണിത്. അതുതന്നെയല്ല, നമ്മുടെ ഗുരുവിൻ്റെ ഒരു സ്ഥാപനം കിടക്കേണ്ട രീതിയാണെന്ന് ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ അവഹേളിക്കുന്നത് പോലെ ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പഴയ എൻട്രൻസ് ആണിത്. പഴയ ആ റോഡിലേക്ക് പോകുന്നതിൻ്റെ ഇടതുവശത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, ഈ ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം. അപ്പോൾ അത് ഒരു മുഖമുദ്രയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ വേണ്ടി, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഏകദേശം. ഇപ്പോൾ വേറൊരു എൻട്രൻസ് തുറന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അവസ്ഥയൊക്കെ പരിതാപകരം തന്നെയാണ്. അതിൻ്റെ ഇരുവശങ്ങളിലുള്ള ബോർഡുകളൊക്കെ മറ്റേ പരസ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ബോർഡുകളിലൊക്കെ കൃത്യസമയത്ത് പരസ്യം ഒട്ടിക്കാത്തത് കൊണ്ട് അതൊക്കെ പറഞ്ഞു കീറി ഒരു ദയനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇതെന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് അതിന് ഉപയോഗശൂന്യമായ രീതിയിൽ ഒരു ബിൽഡിങ് സർക്കാർ സംവിധാനത്തിന് ഉണ്ടാക്കിയിട്ട് അതിനെ നശിപ്പിക്കുന്നൊരു കാഴ്ച. ഇതുപോലെ തന്നെയാണ് ഞാൻ ഒരു കയർ ഫാക്ടറി പോയി കണ്ടപ്പോഴും അതിൽ അകത്തെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബിസിനസ് അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചുറ്റിനും കാട് പിടിച്ച് കിടന്നിട്ട് അതിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും പുറത്തറിയാൻ പറ്റാത്ത രീതിയിലാണ്, എന്ത് ബിസിനസ്സാണെന്ന് പോലും. കാരണം ഇവർ മദ്യക്കച്ചവടം മയക്കുമരുന്ന് കച്ചവടം വരെ ചെയ്യുന്ന ആൾക്കാരാണ്. മദ്യക്കച്ചവടം ചെയ്യാൻ പോയിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങാൻ പോയിട്ട് അതിൻ്റെ പേരിൽ കേസ് വരെ വന്നതാണ്, ഒരാളെ പറ്റിച്ചെന്ന പേരിൽ. അപ്പോൾ അതിനകത്ത് എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, എന്തോ ഇല്ലീഗൽ. കാരണം കയർ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ആ കയർ ഫാക്ടറിയായിട്ട് റബ്ബർ മാറ്റ് ഉണ്ടാക്കുന്നത് ഗുരുവിന് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു കാര്യങ്ങളായിരുന്നു ഈ റബ്ബറിൻ്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മുടെ സ്ഥാപനത്തിന് ഇതിൻ്റെ മറവിലൊക്കെ എന്തെല്ലാമോ അതിനകത്ത് നടക്കുന്നുണ്ട്. മനസ്സിലായി? ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, കാട് പിടിച്ച് പടൽ പിടിച്ച് ഗുരു എല്ലാം എപ്പോഴും എന്ന് പറഞ്ഞാൽ ആശ്രമവും ആശ്രമ പരിസരങ്ങളും ആശ്രമ സ്ഥാപന പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ വളരെ കാര്യങ്ങൾ ചെയ്തു വെച്ചതാണ്. അപ്പം ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കൈപ്പിടിയിൽ പക്ഷെ വരുമാനം കിട്ടുന്നത് മാത്രം ഇവർ പരിപോഷിപ്പിക്കും. ഇപ്പോൾ സിദ്ധ മെഡിക്കൽ കോളേജിൻ്റെ പരസ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിന് 10-12 ലക്ഷം 15 ലക്ഷം രൂപ വരെ കിട്ടുന്നത് കൊണ്ട്, ഡൊണേഷൻ കിട്ടുന്നതുകൊണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫീസല്ല, ഡൊണേഷൻ, അക്കൗണ്ടബിൾ അല്ലാത്ത ഡൊണേഷൻ ക്യാഷായിട്ട് വാങ്ങിക്കുന്ന കാര്യമാണ് പറഞ്ഞത്.